So in this video, we'll be discussing the last chapter of the third book of EC01. അപ്പോൾ ECO 1ന്റെ third bookile last chapter ആണ് നമ്മൾ ഈ വീഡിയോയിൽ ഡിസ്കസ് ചെയ്യാനായിട്ട് പോകുന്നത്. It is with regard to the procedure for import and export trade. അപ്പോൾ import export tradeനെ പറ്റിയുള്ളതാണ് ഈ third chapter എന്ന് പറയുന്നത്. So let's start. See, trade എന്ന് പറയുമ്പോഴത്തേക്കും നമുക്കറിയാം there is foreign trade as well as home trade. Home trade എന്ന് പറയുമ്പോഴത്തേക്കും we are trading within the boundaries of our own country. നമ്മുടെ രാജ്യത്തിന്റെ ബൗണ്ടറീസിനകത്ത് തന്നെ നമ്മൾ ട്രേഡ് ചെയ്യുമ്പോൾ നമ്മൾ അതിനെ ഡൊമസ്റ്റിക് ട്രേഡ് അല്ലെങ്കിൽ ഹോം ട്രേഡ് എന്ന് പറയുന്നു. ഇനി ഫോറിൻ ട്രേഡ് എന്ന് പറയുമ്പോഴത്തേക്കും we are dealing with another country അല്ലെ, നമ്മൾ വേറൊരു കൺട്രിയുമായിട്ട് ട്രാൻസാക്ഷൻസിൽ എൻറ്റർ ചെയ്യുമ്പോഴത്തേക്കും അതിന് നമ്മൾ ഫോറിൻ ട്രേഡ് ഓർ ഇന്റർനാഷണൽ ട്രേഡ് എന്ന് പറയും. അപ്പോൾ ഈ ഫോറിൻ ട്രേഡ് ഇഫ് വി ആർ എൻറ്ററിങ് ഇൻ ടു ട്രാൻസാക്ഷൻസ് or agreements with another country, with only just one country, then it is known as bilateral trade. അപ്പോൾ നമ്മുടെ കൺട്രി വേറെ ഒരു ഒറ്റ കൺട്രിയുമായിട്ട് മാത്രം ട്രേഡിൽ എൻറ്റർ ചെയ്യുകയാണെങ്കിൽ നമ്മൾ അതിനെ ബൈലാറ്ററൽ ട്രേഡ് എന്നും, ഒന്നിൽ കൂടുതൽ രാജ്യങ്ങളുമായിട്ട് ട്രേഡിൽ ഏർപ്പെടുകയാണെങ്കിൽ അതിനെ നമ്മൾ മൾട്ടിലാറ്ററൽ ട്രേഡ് എന്നും പറയും. That is, when there is trade between people of any two nations, it is called bilateral trade. And foreign trade is multilateral when people of any country buy from and sell to people of more than one country. Foreign trade ഏതൊക്കെ രീതിയിലാകാം? It could either be export trade, or it could be import trade, or it could be entrepot trade. Export trade means നമ്മുടെ രാജ്യത്തിൽ നിന്നും നമ്മൾ സാധനങ്ങൾ വേറൊരു രാജ്യത്തിലേക്ക് കയറ്റി വിടുകയാണ്. Thus we are selling the goods of the home country to a foreign country. That is known as export trade. Import trade എന്ന് വെച്ച് കഴിഞ്ഞാൽ we are buying goods from a foreign country so that it can be used in the domestic country. അപ്പോൾ നമ്മുടെ രാജ്യത്തിന് യൂസ് ചെയ്യാൻ വേണ്ടി വേറൊരു കൺട്രിയിൽ നിന്നും സാധനം വാങ്ങിക്കുന്നു എന്നുണ്ടെങ്കിൽ, വരുത്തിക്കുന്നു എന്നുണ്ടെങ്കിൽ അതിന് നമ്മൾ ഇമ്പോർട്ട് ട്രേഡ് എന്ന് പറയും. Now, entrepot trade, what is that? ചിലപ്പോൾ ഒരു കൺട്രി വേറൊരു കൺട്രി, സപ്പോസ് there are three countries A, B and C. A എന്ന് പറയുന്ന കൺട്രി ബിയുടെ കയ്യിൽ നിന്നും സാധനം വാങ്ങിച്ചിട്ട് സി എന്ന് പറയുന്ന കൺട്രിയിലോട്ട് അത് സെൽ ചെയ്യാണ് എന്നുണ്ടെങ്കിൽ അത് നമ്മൾ എൻട്രിപോർട്ട് ട്രേഡ് എന്ന് പറയും. So we are buying with the objective of exporting it to some other country. We are importing with the intention of exporting to another country. അതിനെയാണ് നമ്മൾ എൻട്രിപോർട്ട് ട്രേഡ് എന്ന് പറയുന്നത്. അപ്പോൾ ചിലപ്പം എ ബിയുടെ കയ്യിൽ നിന്ന് വാങ്ങിച്ച് സിക്ക് കൊടുക്കുന്നു. ബിക്ക് സിക്ക് ഡയറക്ട്ലി ഡെലിവർ ചെയ്യാനായിട്ടുള്ള ഒരു ഡിസ്ട്രിബ്യൂഷൻ ചാനൽ അവൈലബിൾ ആയിരിക്കത്തില്ല, അല്ലെങ്കിൽ ഒരു ട്രാൻസ്പോർട്ടേഷൻ ഫെസിലിറ്റി അവൈലബിൾ അല്ലാത്തത് കൊണ്ടായിരിക്കാം ഇവർ എ എന്ന് പറയുന്ന കൺട്രീനെ ഡിപ്പെൻഡ് ചെയ്യേണ്ടി വരുന്നത്. സിംഗപ്പൂർ, ഹോങ്കോങ് ഒക്കെ എൻട്രിപോർട്ട് ട്രേഡിന്റെ സെന്റേഴ്സ് ആണ്. So let's look at the next topic, that is importance of foreign trade. എന്താണ് ഫോറിൻ ട്രേഡിന്റെ ഇമ്പോർട്ടൻസ് എന്ന് പറയുന്നത്? Why do we need to engage in foreign trade? First one is specialization and efficiency of production. See, എല്ലാ രാജ്യത്തിലും എല്ലാ കൺട്രീസിലും എല്ലാ റിസോഴ്സസും ഇല്ല. ചില റിസോഴ്സസ് അബൻഡന്റ് ആയിട്ട് ഉണ്ടായിരിക്കും, ചില റിസോഴ്സസ് സ്കാർസ് ആയിട്ടായിരിക്കും നമുക്ക് ഉള്ളത്. നമുക്കിപ്പോൾ ചിലപ്പോൾ ഓയിൽ റിസോഴ്സ് എന്ന് പറയുന്നത് കുറവായിരിക്കും, ബട്ട് അറ്റ് ദ സെയിം ടൈം നമുക്ക് റൈസ് പ്രൊഡക്ഷൻ നമ്മുടെ വേൾഡിൽ വെച്ച് നോക്കുമ്പോൾ ചിലപ്പോൾ നമുക്കായിരിക്കും ഏറ്റവും കൂടുതൽ ഉള്ളത്. അപ്പോൾ നമ്മുടെ രാജ്യത്ത് ഏത് പ്രോഡക്റ്റ് ആണോ ഏറ്റവും അബൻഡന്റ് ആയിട്ട് നമുക്ക് പ്രൊഡ്യൂസ് ചെയ്യാൻ പറ്റുന്നത്, ഏറ്റവും എഫിഷ്യന്റ് ആയിട്ട് പ്രൊഡ്യൂസ് ചെയ്യാൻ പറ്റുന്നത്, എഫിഷ്യന്റ് ആയിട്ട് എന്ന് പറഞ്ഞാൽ എങ്ങനെയാണ്, മിനിമം കോസ്റ്റിൽ മാക്സിമം ക്വാളിറ്റിയിലും സാധനം എത്തിക്കാൻ പറ്റുന്നുണ്ട് എന്നുണ്ടെങ്കിൽ ഇറ്റ് ഈസ് ബെറ്റർ ദാറ്റ് വി സ്പെഷ്യലൈസ് ഇൻ ദ പ്രൊഡക്ഷൻ ഓഫ് ദാറ്റ് പെർട്ടിക്കുലർ പ്രോഡക്റ്റ്. അപ്പൊ നമ്മുടെ രാജ്യത്ത് അബൻഡന്റ് ആയിട്ട് ഏത് റിസോഴ്സ് ആണോ ഉള്ളത് അതിൽ മാനുഫാക്ചർ ചെയ്യാൻ പറ്റുന്ന പ്രോഡക്ട്സിൽ സ്പെഷ്യലൈസ് ചെയ്തിരിക്കുന്നത് നമ്മൾ തന്നെയായിരിക്കും. ബിക്കോസ് അതിനെ എങ്ങനെ പ്രോസസ്സ് ചെയ്യണമെന്നോ അതിനെങ്ങനെ കൾട്ടിവേറ്റ് ചെയ്യണമെന്നോ അതിനെങ്ങനെ മാനുഫാക്ചർ ചെയ്യണമെന്നൊക്കെ നമുക്ക് ക്ലിയർ ആയിട്ടുള്ള ഒരു ഐഡിയ ഉണ്ട്, വർഷങ്ങളുടെ പരിചയമുണ്ട്. സോ വി ഓൾറെഡി സ്പെഷ്യലൈസ്ഡ് ഇൻ ദാറ്റ് ഏരിയ ആൻഡ് വി ഹാവ് എഫിഷ്യൻസി ഓഫ് പ്രൊഡക്ഷൻ. അപ്പം ദ ബെനിഫിറ്റ് ഓഫ് ഫോറിൻ ട്രേഡ് ഇസ് ദാറ്റ് നമ്മൾ ഇത്രയും പെർഫെക്റ്റ് ആക്കി വെച്ചിരിക്കുന്ന ആ ഒരു പ്രോഡക്റ്റിന് കൂടുതൽ മാർക്കറ്റ്സ് നമുക്ക് കണ്ടുപിടിക്കാനായിട്ട് പറ്റും ത്രൂ ഫോറിൻ ട്രേഡ്.
സോ നമുക്കിപ്പം സ്കാസ് ആയിട്ടുള്ള ഒരു പ്രോഡക്റ്റ് ആണെന്നുണ്ടെങ്കിൽ നമുക്കത് മാനുഫാക്ചർ ചെയ്യണം, നമ്മുടെ കൺട്രി തന്നെ മാനുഫാക്ചർ ചെയ്യണം എന്നുണ്ടെങ്കിൽ എന്താണ്, റോ മെറ്റീരിയൽസ് നമ്മൾ ഇമ്പോർട്ട് ചെയ്യണം. പിന്നെ അതിന്റെ ടെക്നോളജി എന്താണെന്ന് ഇത് ഓൾറെഡി മാനുഫാക്ചർ ചെയ്യുന്നവരുടെ കയ്യിൽ നിന്നും പഠിച്ചെടുക്കണം. എന്നിട്ട് നമ്മളത് മാനുഫാക്ചർ ചെയ്തെടുക്കണം. അപ്പൊ അതിന്റെയൊക്കെ കോസ്റ്റ് കമ്പയർ ചെയ്യുമ്പോൾ നമുക്ക് കുറച്ചും കൂടെ ഈസിയർ ആൻഡ് വൈസർ ടു ഡു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഏത് പ്രോഡക്റ്റ് ആണോ ഉള്ളത് അത് സ്പെഷ്യലൈസ് ചെയ്ത് അത് എക്സ്പോർട്ട് ചെയ്യുക. പകരമായിട്ട് ഇല്ലാത്ത പ്രോഡക്ട്സ് ഏതാണോ അതിനെ നമ്മൾ ഇമ്പോർട്ട് ചെയ്ത് യൂസ് ചെയ്യുക എന്നുള്ളതാണ്. സോ ഇറ്റ് ഹെൽപ്സ് ഇൻ സ്പെഷ്യലൈസേഷൻ ആൻഡ് എഫിഷ്യൻസി ഓഫ് പ്രൊഡക്ഷൻ. Second one is utilization of resources. Like I said, every country is not blessed with all the resources. കുറച്ച് റിസോഴ്സസ് കുറച്ച് കൺട്രീസിന് കാണും. അപ്പോൾ ചിലപ്പോൾ എന്താണ് ഈ മെഷീൻസ്, സൊഫിസ്റ്റിക്കേറ്റഡ് മെഷീൻസും ടെക്നോളജീസിലും ഒക്കെ മുമ്പോട്ട് നിൽക്കുന്നത് USA, ജപ്പാൻ പോലുള്ള കൺട്രീസ് ആയിരിക്കാം. അതേസമയം ഇപ്പോൾ ഓയിൽ, ക്രൂഡ് ഓയിൽ ഒക്കെ പോലെയുള്ള സാധനങ്ങളാണെങ്കിൽ അത് അബൻഡന്റ് ആയിട്ടുള്ളത് സൗദി അറേബ്യ, ഇറാഖ്, ഇറാൻ അങ്ങനത്തെ ഗൾഫ് കൺട്രീസിലായിരിക്കാം. അതല്ല ഇപ്പൊ വേറെ കോഫി, ടീ, ഷുഗർ പോലെയുള്ള പ്രോഡക്ട്സ് ആണെങ്കിൽ ചിലപ്പോൾ ഇന്ത്യ ആയിരിക്കും മുമ്പോട്ട് നിൽക്കുന്നത്. അപ്പം ഏത് പ്രോഡക്റ്റ് ആണോ ഉള്ളത് ആ പ്രോഡക്റ്റ് എഫിഷ്യന്റ് ആയിട്ട് യൂട്ടിലൈസ് ചെയ്യാനായിട്ട് പറ്റുന്നു ത്രൂ ഫോറിൻ ട്രേഡ്. ഇനി യൂട്ടിലൈസേഷൻ ഓഫ് റിസോഴ്സസ് പറയുന്നു. സി നമുക്ക് suppose our country has got offshore oil resources. നമുക്ക് ആ ഒരു ഓയിൽ എക്സ്ട്രാക്ട് ചെയ്യാനുള്ള ടെക്നോളജി ചിലപ്പോൾ നമ്മുടെ കയ്യിൽ ഉണ്ടാകത്തില്ല. അപ്പൊ വി ഹാവ് ടു ഡിപ്പെൻഡ് അപ്പോൺ അനദർ കൺട്രി ടു ഇമ്പോർട്ട് ദ ടെക്നോളജി വിച്ച് വിൽ ഹെൽപ്പ് us in utilizing our resources. അപ്പൊ നമ്മുടെ രാജ്യത്തുള്ള റിസോഴ്സസ് തന്നെയാണ്, അതിനെ യൂസ് ചെയ്ത് ഒരു ഫൈനൽ പ്രോഡക്റ്റ് ആക്കി എടുക്കാൻ കുറച്ച് മെഷീനറീസിന്റെ ഹെൽപ്പിന്റെ ആവശ്യമുണ്ട്. ആ മെഷീനറീസിനെ പറ്റിയുള്ള നോ ഹൗ നമുക്ക് ഉണ്ടായിരിക്കത്തില്ല, അല്ലെങ്കിൽ അവൈലബിലിറ്റി ഈ രാജ്യത്തില്ല. അപ്പൊ വി ഹാവ് ടു ഡിപ്പെൻഡ് അപ്പോൺ എ ഫോറിൻ കൺട്രി ടു ഇമ്പോർട്ട് ദാറ്റ് പെർട്ടിക്കുലർ മെഷീനറി ഓർ ടെക്നോളജി. അത് ഇമ്പോർട്ട് ചെയ്ത് കഴിയുമ്പോഴത്തേക്കും വിൽ ബി ഏബിൾ ടു എക്സ്പ്ലോയ് ദ റിസോഴ്സസ് ഇൻ ആ കൺട്രി. അതാണ് രണ്ടാമത്തെ യൂട്ടിലൈസേഷൻ ഓഫ് റിസോഴ്സസ്. Third one facilitates economic development. Obviously, when you're exporting goods, your foreign exchange reserves are increasing. നമുക്ക് പേയ്മെന്റ് കിട്ടുന്നത് ഫോറിൻ കറൻസിയിലാണ്. ഫോറിൻ കറൻസിയിൽ പേയ്മെന്റ് കിട്ടുമ്പോൾ രാജ്യത്തിന്റെ ഫോറിൻ എക്സ്ചേഞ്ച് റിസർവ്സ് ഇൻക്രീസ് ചെയ്യുന്നു. അതുപോലെ തന്നെ ഇൻഡസ്ട്രിയലൈസേഷൻ ടേക്ക് പ്ലേസ് ചെയ്യുന്നു. ഈ സാധനം പുറത്ത് വയ്ക്കുമ്പോഴത്തേക്കും നമ്മുടെ പ്രോഡക്റ്റിന് മാർക്കറ്റ് എക്സ്പാൻഡ് ചെയ്യുകയാണ്. മാർക്കറ്റ് എക്സ്പാൻഡ് ചെയ്യുമ്പോൾ ഈ കൺസേൺഡ് കൺട്രിയിലെ കമ്പനിയുടെ പ്രോഫിറ്റ് ഇൻക്രീസ് ചെയ്യുന്നു. പ്രോഫിറ്റ് എത്രത്തോളം ഇൻക്രീസ് ചെയ്യുന്നു അതിന്റെ ഒരു സർട്ടൻ പെർസെൻറ്റേജ് അവർ ടാക്സ് ആയിട്ട് ഗവൺമെന്റിന് കൊടുക്കുന്നു. അപ്പൊ ഓൾ അറൌണ്ട് നമുക്ക് എക്കണോമിക് ഡെവലപ്മെന്റിന് ഹെൽപ്പ് ചെയ്യുന്നുണ്ട് ഫോറിൻ ട്രേഡ്. നെക്സ്റ്റ് ഇസ് ഈക്വലൈസേഷൻ ഓഫ് പ്രൈസസ്. നമ്മുടെ ഡൊമസ്റ്റിക് കൺട്രിയിൽ അവൈലബിൾ ആയിട്ടുള്ള ഒരു പ്രോഡക്റ്റിന് ഭയങ്കരമായിട്ട് പ്രൈസ് കൂടുകയാണെങ്കിൽ വാട്ട് വിൽ ദ ഗവൺമെന്റ് ഡിസൈഡ് ടു ഡു? ദേ വിൽ ഡിസൈഡ് ടു ഇമ്പോർട്ട് ദ ഗുഡ്സ് വിച്ച് ആർ അവൈലബിൾ അറ്റ് എ ചീപ്പർ റേറ്റ് ഇൻ സം അതർ കൺട്രി. അപ്പൊ നമ്മുടെ രാജ്യത്ത് ഇതിന് വില കൂടുതലാണ്. അപ്പൊ നമ്മൾ എന്ത് ചെയ്യും? നമ്മൾ ഇമ്പോർട്ട് ചെയ്യാമെന്ന് വിചാരിക്കും. ചീപ്പർ റേറ്റ്സിൽ കിട്ടുന്നിടത്ത് നിന്നും ഇമ്പോർട്ട് ചെയ്യും. ഇമ്പോർട്ട് ചെയ്യുമ്പോൾ എന്ത് ചെയ്യും? ആ പെർട്ടിക്കുലർ പ്രോഡക്റ്റിന് ഇപ്പൊ കോമ്പറ്റീറ്റേഴ്സ് വന്നു, ആ പെർട്ടിക്കുലർ പ്രോഡക്റ്റിന്റെ സപ്ലൈ കൂടി എക്കണോമിയിൽ. അപ്പൊ അതിന്റെ ആൾക്കാർക്ക് കുറച്ചും കൂടെ റീസണബിൾ റേറ്റ്സിൽ സാധനം നമുക്ക് കിട്ടി തുടങ്ങും. ഇനി സപ്പോസ് നമ്മുടെ ഇവിടെ അവൈലബിൾ ആയിട്ടുള്ളത് ഭയങ്കര കുറഞ്ഞ വിലയാണ്, ഒരു പെർട്ടിക്കുലർ പ്രോഡക്റ്റിന് സ്ട്രഗ്ലിംഗ് ആണ്. അപ്പൊ എന്ത് ചെയ്യാം? എക്സ്പോർട്ട് ചെയ്യാമെന്ന് ഡിസൈഡ് ചെയ്യും. ഇവിടെ കൂടുതൽ അത് മാനുഫാക്ചർ ചെയ്ത് സെൽ ചെയ്യുന്നത് നഷ്ടമാണ്. അതിനേക്കാൾ ഇത് എക്സ്പോർട്ട് ചെയ്ത് കഴിഞ്ഞാൽ, കയറ്റി വിട്ട് കഴിഞ്ഞാൽ കുറച്ചും കൂടെ വില കിട്ടുന്നുണ്ടെങ്കിൽ വിൽ ഡിപ്പെൻഡ് അപ്പോൺ ഫോറിൻ ട്രേഡ്. സോ ഇറ്റ് ഹെൽപ്സ് ഇൻ ഈക്വലൈസേഷൻ ഓഫ് പ്രൈസസ്. നെക്സ്റ്റ് ഇസ് എംപ്ലോയ്മെന്റ് ഓപ്പർച്യൂണിറ്റീസ്. എംപ്ലോയ്മെന്റ് ഓപ്പർച്യൂണിറ്റീസ് ഇത് ഓഫർ ചെയ്യുന്നുണ്ട്. സി സപ്പോസ് ഒരു കൺട്രി എക്സ്പോർട്ട് ഓറിയന്റഡ് യൂണിറ്റ് ആണ് സ്റ്റാർട്ട് ചെയ്തിരിക്കുന്നത്, ഒരു പെർട്ടിക്കുലർ ബിസിനസ് എന്ന് പറയുന്നത്. അത് എക്സ്പാൻഡ് ചെയ്യും തോറും, മോഡേണൈസ് ചെയ്യും തോറും, ഡൈവേഴ്സിഫൈ ചെയ്യും തോറും അത് എന്തായിക്കൊണ്ടിരിക്കുകയാണ്? കൂടുതൽ ആൾക്കാർക്ക് ജോലി കൊടുത്തുകൊണ്ടിരിക്കുകയാണ്. സോ എംപ്ലോയ്മെന്റ് ഓപ്പർച്യൂണിറ്റീസ് ആർ മെയ്ഡ് അവൈലബിൾ ത്രൂ ഫോറിൻ ട്രേഡ്. Then harmonious relationship between countries. നമ്മുടെ ഇവിടെ എക്സസ് ആയിട്ടുള്ള പ്രോഡക്ട്സ് യൂട്ടിലൈസ് ചെയ്യാൻ വേണ്ടി നമ്മൾ വേറൊരു കൺട്രിക്ക് ഓഫർ ചെയ്യുന്നു. വേറൊരു കൺട്രി എന്ത് ചെയ്യുന്നു? അവർക്ക് അവിടെ എക്സസ് ആയിട്ടുള്ള പ്രോഡക്ട്സ് നമ്മളുമായിട്ട് ഷെയർ ചെയ്യുന്നു. സോ ഇറ്റ് ഹെൽപ്സ് ഇൻ എസ്റ്റാബ്ലിഷിംഗ് എ കോർഡിയൽ റിലേഷൻഷിപ്പ് ബിറ്റ്വീൻ ദ കൺട്രീസ്. ഇതാണ് ഇമ്പോർട്ടൻസ് ഓഫ് ഫോറിൻ ട്രേഡ്. നെക്സ്റ്റ് വി ഹാവ് ടു ഡിസ്കസ് ദി പ്രോബ്ലംസ് ഇൻ ഫോറിൻ ട്രേഡ്. എന്തൊക്കെ ഡിഫിക്കൽട്ടീസ് ആണ് അല്ലെങ്കിൽ എന്തൊക്കെ പ്രോബ്ലംസ് ആണ് നമ്മൾ ഫേസ് ചെയ്യുന്നത്? First one is suitability of the product for the market. See, foreign country നമ്മൾ ഒരു പ്രോഡക്റ്റ് ഇൻട്രൊഡ്യൂസ് ചെയ്യുമ്പോൾ
we have to conduct proper market research. അല്ലെ, ആ പ്രോഡക്റ്റ് എത്രത്തോളം ആ കൺട്രിയിൽ സക്സസ്ഫുൾ ആകും, അവിടുത്തെ ആളുകളുടെ ടേസ്റ്റ് ആൻഡ് പ്രിഫറൻസ് എന്താണ്, അവരുടെ ഒരു കൾച്ചറൽ ബാക്ക്ഗ്രൗണ്ട് എന്താണ്, അവരുടെ ബിലീഫ്സ് എന്താണ്. അപ്പം അവരുടെ ആ ഒരു ചിലപ്പോൾ ഫുഡ് പ്രോഡക്ട്സ് ഒക്കെയാണ് നമ്മൾ വിൽക്കുന്നതെങ്കിൽ ചില ഫുഡ് പ്രോഡക്ട്സ് ചില കൺട്രീസിൽ അക്സെപ്റ്റബിൾ ആയിട്ട് വരത്തില്ല. ഇപ്പോൾ കൂടുതലും വെജിറ്റേറിയൻ പ്രിഫർ ചെയ്യുന്ന കൺട്രീസിൽ അവരുടെ റിലീജിയൻ ആയിട്ട് തന്നെ അവരെ നോൺ വെജ് കഴിക്കുന്നത് പ്രൊഹിബിറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ നമ്മൾ അവിടെ പോയി ഒരു നോൺ വെജിന്റെ ഔട്ട്ലെറ്റ് സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞാൽ വി കനോട്ട് സർവൈവ്. അപ്പം വി ഹാവ് കണ്ടക്റ്റഡ് എ മാർക്കറ്റ് റിസർച്ച്, വി നോ ദർ ഇസ് നോ ഡിമാൻഡ് ഫോർ ദാറ്റ് പെർട്ടിക്കുലർ പ്രോഡക്റ്റ് ഇൻ ദാറ്റ് പെർട്ടിക്കുലർ പ്ലേസ്. അപ്പൊ അതുവഴി നമുക്ക് ആ ലോസ് അവോയ്ഡ് ചെയ്യാനായിട്ട് പറ്റും. ബട്ട് ഈ റിസർച്ച് നടത്തുക എന്ന് പറയുന്നത് അത്ര എളുപ്പമുള്ള കാര്യമില്ല. ഇറ്റ് ഇൻവോൾവ്സ് ലോട്ട് ഓഫ് ഫണ്ട്സ് അല്ലെ, കുറെ ക്യാഷ് ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് ഈ ആവശ്യമുള്ള ഡേറ്റ കളക്ട് ചെയ്യാനായിട്ട് പറ്റത്തുള്ളൂ. ഇനി സ്പെഷ്യൽ സ്കിൽ ആൻഡ് നോളജ് ഒക്കെ ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് അവിടെ ഒരു പെർട്ടിക്കുലർ ഫോറിൻ കൺട്രിയിൽ പോയി മാർക്കറ്റ് ക്യാപ്ചർ ചെയ്ത് സക്സസ്ഫുൾ ആവാൻ പറ്റത്തുള്ളൂ. അപ്പൊ ഇറ്റ് ഇൻവോൾവ്സ് ഹെവി എക്സ്പെൻഡിച്ചർ. അപ്പൊ ഇത്രയും എക്സ്പെൻഡിച്ചറും വച്ച് നമ്മൾ ആ പ്രോഡക്റ്റ് ഇറക്കുമ്പോൾ will the product be suitable for that particular market? അത് എപ്പോഴും ഒരു ബിഗ് ക്വസ്റ്റ്യൻ ആണ്. Second one, changes in supply and demand conditions. See, at any time, a new competitor might enter the market and you might lose your share of the market. ഒരു കോമ്പറ്റീറ്റർ എപ്പോൾ വേണോ കടന്നു വരാവുന്നതാണ്. അല്ലെങ്കിൽ ഇപ്പോൾ ലോക്കൽ ആയിട്ടുള്ള ആൾക്കാർ ഡൊമസ്റ്റിക് അവിടെ ഉള്ള ആ കൺട്രിയിലുള്ള ഡൊമസ്റ്റിക് പ്രൊഡ്യൂസേഴ്സ് നിങ്ങളുമായിട്ട് ഹൈ കോമ്പറ്റീഷൻ ആണ്, കത്രൗട്ട് കോമ്പറ്റീഷൻ ആണ് നടക്കുന്നതെങ്കിൽ ചിലപ്പോൾ നമുക്കത് പിടിച്ചു നിൽക്കാനായിട്ട് പറ്റാതെ വരുന്നുണ്ട്. അല്ലെങ്കിൽ ഫാഷനിൽ ഒരു ചേഞ്ച് വന്നു, ബയേഴ്സിന്റെ പ്രിഫറൻസിൽ ഒരു ചേഞ്ച് വന്നു. അപ്പൊ അതൊക്കെ വരുമ്പോഴത്തേക്കും നമ്മുടെ ഡിമാൻഡ് കണ്ടീഷൻസിൽ ചേഞ്ച് വരും. അപ്പൊ നമ്മൾ സപ്ലൈ ചെയ്താൽ പോലും സാധനം വിറ്റു പോവാതെ വരുന്ന ഒരു പ്രോബ്ലം വരുന്നുണ്ട്. Third one, frequent price changes. See, export ചെയ്ത് നമ്മൾ സാധനം വിൽക്കുമ്പോഴത്തേക്കും ഇറ്റ് ഇൻവോൾവ്സ് എ ലോട്ട് ഓഫ് പേയ്മെന്റ്സ് ഇൻ ബിറ്റ്വീൻ. ട്രാൻസ്പോർട്ടേഷന് വേണ്ടി നമ്മൾ കുറച്ച് ചെലവാക്കുന്നുണ്ട്. അതുപോലെ തന്നെയാണ് ഇതിന്റെ ഇന്റർമീഡിയറീസ് ആയിട്ട് നിൽക്കുന്നവർക്ക് ക്യാഷ് കൊടുക്കണം. ഇതല്ലെങ്കിൽ തന്നെ ഇപ്പൊ ടാക്സസ് ഇങ്ങനെ പല രാജ്യത്തും പലതും അവർ ലേവി ചെയ്യും. അപ്പൊ ഇതൊക്കെ പേ ചെയ്യണം. അപ്പൊ ഇതിലൊക്കെ ചേഞ്ച് വന്നു കഴിഞ്ഞാൽ നിങ്ങളുടെ ട്രാൻസ്പോർട്ടേഷൻ ചാർജസിലോ അല്ലെങ്കിൽ കറൻസി എക്സ്ചേഞ്ച് റേറ്റിലോ അല്ലെങ്കിൽ ഇമ്പോർട്ട് ഡ്യൂട്ടിയിലോ ഒക്കെ ഡിഫറൻസ് വന്നാൽ നമ്മൾ എന്താ ചെയ്യുന്നത്, നമ്മളത് പ്രൈസിൽ ഇൻക്രീസ് വരുത്തിയിട്ട് അതുവഴിയാണ് തിരിച്ച് നമ്മളത് നേടുന്നത്. അപ്പോൾ നമ്മുടെ പ്രൈസ് ഫ്രീക്വന്റ് ആയിട്ട് ഇങ്ങനെ ഈ എക്സ്ചേഞ്ച് റേറ്റ്സ് മാറുന്നതനുസരിച്ച്, ഡ്യൂട്ടീസ് ഇമ്പോർട്ട് ഡ്യൂട്ടീസ് മാറുന്നതനുസരിച്ച്, ട്രാൻസ്പോർട്ടേഷൻ എക്സ്പെൻസ് മാറുന്നതനുസരിച്ച് ഫ്ലക്ച്വേറ്റ് ചെയ്തുകൊണ്ടേയിരിക്കുന്നു. ദാറ്റ് ഇസ് അനദർ പ്രോബ്ലം. ഫോർത്ത് വൺ ഇസ് ക്രെഡിറ്റ് റിസ്ക്. ക്രെഡിറ്റ് റിസ്ക് എന്ന് പറഞ്ഞാൽ നമ്മളിപ്പോൾ സാധനം ഒരു എക്സ്പോർട്ട് ചെയ്ത് വിടുമ്പോഴത്തേക്കും വാങ്ങിക്കുന്ന ആൾക്ക് മിക്കപ്പോഴും ക്രെഡിറ്റ് സെയിൽസ് ആയിരിക്കും ചെയ്യുന്നത്. ക്രെഡിറ്റ് സെയിൽസ് എന്ന് പറഞ്ഞാൽ നിങ്ങൾ ഇപ്പോൾ സാധനം എടുത്തോളൂ, പിന്നെ പേയ്മെന്റ് ചെയ്താൽ മതി. ബട്ട് വി ആർ ഡീലിംഗ് വിത്ത് എ പേഴ്സൺ ഹു ഇസ് ഔട്ട്സൈഡ് ദ ബൗണ്ടറീസ് ഓഫ് അവർ കൺട്രി. വി ആർ നോട്ട് വെരി ഫെമിലിയർ വിത്ത് ഹിം. അപ്പോൾ ചാൻസസ് ഓഫ് ഗെറ്റിംഗ് cheated or bankrupt is more. Credit risk എന്ന് പറയുന്ന more ആണ്. ചിലപ്പോൾ അയാൾ പേ ചെയ്യാതെ തന്നെ മുങ്ങിക്കളഞ്ഞിരിക്കും. We might not be able to take sufficient actions against him. അപ്പൊ അയാളെ പറ്റിയുള്ള ഒരു കംപ്ലീറ്റ് ബാക്ക്ഗ്രൗണ്ട് ചെക്ക് ഇല്ലാതെ സാധനം കൊടുത്തു കഴിഞ്ഞാൽ you are going to be in trouble. Next is changes in the exchange rate. നമ്മൾ പറഞ്ഞു ഫോറിൻ കറൻസീസിലാണ് പേയ്മെന്റ്. എക്സ്ചേഞ്ച് റേറ്റിൽ ഡിഫറൻസ് വരുന്നതനുസരിച്ച് നമുക്ക് ലാഭവും നഷ്ടവും വന്നുകൊണ്ടേയിരിക്കും. റൂൾസ്, റെഗുലേഷൻസ്, പ്രൊസീജിയേഴ്സ്, എപ്പോഴും റെസ്ട്രിക്ഷൻസ് ഉണ്ട്, ട്രേഡ് ബാരിയേഴ്സ് ഉണ്ട്. അപ്പോൾ ഇപ്പോൾ ചില പൊളിറ്റിക്കൽ റീസൺസ് കാരണം രണ്ട് കൺട്രിയിലെ ഗവൺമെന്റ്സ് തമ്മിൽ ഹോസ്റ്റൈൽ ആയി കഴിഞ്ഞാൽ അവരെന്താ ചെയ്യുന്നത്, അങ്ങോട്ടും ഇങ്ങോട്ടും റീറ്റാലിയേഷൻ മെഷറായിട്ട് അവർ ചെയ്യുന്നത് ഒരു കൺട്രിയുടെ പ്രോഡക്റ്റ് ഇനി ഇങ്ങോട്ടേക്ക് കയറ്റി വിടണ്ട, നമ്മൾ അവരുടെ പ്രോഡക്റ്റിനെ ബാൻ ചെയ്യും. അപ്പൊ അവിടെ നിന്നുള്ള പ്രോഡക്ട്സ് നമ്മുടെ കൺട്രിയിലോട്ട് വരുത്തിക്കാനായിട്ട് പറ്റത്തില്ല. അല്ലെങ്കിൽ നമ്മുടെ പ്രോഡക്റ്റ് വേറൊരു കൺട്രിയിലോട്ട് കയറ്റാനായിട്ട് പറ്റില്ല. അല്ലെങ്കിൽ മനഃപൂർവ്വം അവർ ഹൈ ടാക്സ് ചാർജ് ചെയ്യും നമ്മൾ കയറ്റി വിടുന്ന പ്രോഡക്റ്റിന്. അപ്പൊ നമ്മൾ പ്രൈസ് അതനുസരിച്ച് കൂട്ടേണ്ടി വരും, ആളുകൾ അത് സാധനം വാങ്ങിക്കാതെ വരും. അപ്പൊ അങ്ങനത്തെ റൂൾസ്, റെഗുലേഷൻസ്, പൊളിറ്റിക്കൽ കണ്ടീഷൻസിലെ ടേർമോയിൽ ഇതെല്ലാം നമ്മുടെ ബിസിനസിനെ എഫക്ട് ചെയ്യുന്ന കാര്യമാണ്. നെക്സ്റ്റ്, അതല്ല ചിലപ്പോൾ നമ്മുടെ ഓൺ കൺട്രി തന്നെ ചിലപ്പം എക്സ്പോർട്ട് പ്രൊമോട്ട് ചെയ്യാം എന്നുള്ളൊരു വ്യൂ പോയിന്റ് ആയിരിക്കും എടുക്കുന്നത്. ചിലപ്പോൾ അവർക്ക് ദേശി പ്രോഡക്ട്സിനെയാണ് കൂടുതലും നമ്മൾ പ്രൊമോട്ട് ചെയ്യേണ്ടത്. നമ്മൾ ഇമ്പോർട്ട്സ് നമ്മൾ അധികം എൻകറേജ് ചെയ്യേണ്ട ആവശ്യമില്ല. അപ്പൊ ഇമ്പോർട്ട് ഡ്യൂട്ടി കുറച്ച് കൂടുതൽ ചാർജ് ചെയ്യാം എന്ന് പറഞ്ഞ റൂൾസ് വരും. ഇതെല്ലാം നമ്മുടെ ബിസിനസിനെ എഫക്ട് ചെയ്യുന്ന കാര്യമാണ്. നെക്സ്റ്റ് ഇസ് creditworthiness of importers and reliability of exporters. See, the people who are entering into the transaction are located in two different countries
and we are actually dealing with complete strangers here. So we have to make sure that our importer is creditworthy and the exporter is reliable. Importer എന്ന് പറയുന്ന ആള് പേയ്മെന്റ് പ്രോംപ്റ്റ് ആയിട്ട് ചെയ്യാൻ കഴിവുള്ള ഒരാളാണോ, അയാൾക്ക് പാസ്റ്റ് ഡീലിങ്സിൽ ഡിഫോൾട്ട് വരുത്തിയ ഒരു ഹിസ്റ്ററി ഉണ്ടോ, പേ ചെയ്യാതെ പോയിട്ടുണ്ടോ എന്നൊക്കെ നമ്മളൊരു ബാക്ക്ഗ്രൗണ്ട് ചെക്ക് ചെയ്യേണ്ടത് ആവശ്യമുണ്ട്. അതേസമയം എക്സ്പോർട്ടർ ആയിട്ട് പറയുന്ന ആള് പറഞ്ഞ ക്വാളിറ്റിയിൽ, പറഞ്ഞ പ്രൈസിൽ, പറഞ്ഞ ഡേറ്റിൽ തന്നിട്ടുള്ള ഹിസ്റ്ററി ആണോ അയാൾക്കുള്ളത്, അത് അയാൾ എന്തെങ്കിലും ഡിഫോൾട്ട്സ് വരുത്തിയിട്ടുണ്ടോ എന്നൊക്കെ ആ രണ്ട് പാർട്ടീസും അങ്ങോട്ടും ഇങ്ങോട്ടും അന്വേഷിക്കേണ്ടതായിട്ടുണ്ട്. നെക്സ്റ്റ് ഇസ് ട്രാൻസ്പോർട്ടേഷൻ ആൻഡ് കാർഗോ റിസ്ക്. മോസ്റ്റ് പ്രോബബ്ലി ത്രൂ സീ ആണ് നമ്മൾ ട്രാൻസ്പോർട്ട് ചെയ്യുന്നത്. ബിക്കോസ് ബൾക്കി ആയിട്ടുള്ള ലാർജ് ക്വാണ്ടിറ്റിയിൽ പ്രോഡക്ട്സ് നമുക്ക് കൊടുത്തുവിടാൻ സൗകര്യം സീ വഴി ആയിട്ടാണ്. But there is always the problem of storm, collision, leakage, explosion, spoilage, അങ്ങനത്തെ കുറേ പ്രോബ്ലംസ് റിസ്ക്സും അതിൽ ഇൻവോൾവ് ആണ്. ദെൻ ടൈം ഗ്യാപ്പ്. ചിലപ്പോൾ നമ്മളൊരു സാധനം മാനുഫാക്ചർ ചെയ്തു, ഫിനിഷ് ചെയ്തു, സെയിൽസ് അഗ്രിമെന്റിൽ എൻ്റർ ചെയ്ത് ഷിപ്പിൽ കയറ്റി അത് അങ്ങ് എത്താൻ വരെയുള്ള ടൈം കുറച്ച് കൂടുതലായിരിക്കാം. അത്രയും ടൈം നമ്മുടെ ഫണ്ട്സ് അതിൽ ലോക്ക്ഡപ്പ് ആണ്. സോ ദാറ്റ് ടൈം ഗ്യാപ്പ് ഇസ് എ പ്രോബ്ലം ടു ഫോറിൻ ട്രേഡ്. നെക്സ്റ്റ് ഇസ് പൊളിറ്റിക്കൽ ആൻഡ് ലീഗൽ പ്രോബ്ലംസ്. അത് പ്രോബ്ലംസ് ഉണ്ട്. പൊളിറ്റിക്കൽ പാർട്ടീസ്, ഞാൻ നേരത്തെ പറഞ്ഞ കണക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും പൊളിറ്റിക്കൽ പാർട്ടീസ് തമ്മിൽ ഒരു ഡിസഗ്രിമെന്റ് അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു കോൺഫ്ലിക്റ്റ് വരുമ്പോഴത്തേക്കും അവർ തിരിച്ചടിക്കുന്നത് ഈ ഫോറിൻ ട്രേഡിൽ ഓരോ റെഗുലേഷൻസും റെസ്ട്രിക്ഷൻസും വെച്ചിട്ടാണ്. ദീസ് ആർ ദ പ്രോബ്ലംസ് ഇൻ ഫോറിൻ ട്രേഡ്. Now we have got only two more areas to cover in this particular chapter, that is export trade procedure and import trade procedure. So before we begin, we have to know one thing. See, foreign trade engage ചെയ്യുന്നവരെല്ലാം റിസർവ് ബാങ്ക് കോഡ് നമ്പർ എടുത്തിരിക്കണം എന്നുള്ളത് ഒരു ഗവൺമെന്റ് റെഗുലേഷൻ ആണ്. അതായത് നമ്മൾ റിസർവ് ബാങ്കിൽ ഒരു ആപ്ലിക്കേഷൻ കൊടുക്കണം. അതോടൊപ്പം തന്നെ നമ്മൾ നമ്മുടെ ഇൻകം ടാക്സ് നമ്പർ കാണിക്കണം. ഇൻകം ടാക്സ് നമ്പർ ഇല്ല എന്നുണ്ടെങ്കിൽ അതിനുവേണ്ടി അപ്ലൈ ചെയ്ത് ആ നമ്പർ കിട്ടി അതുകൊണ്ട് നമ്മൾ പോയി കാണിക്കണം. എന്നിട്ട് RBI നോട്ടിഫൈ ചെയ്യുമ്പോഴത്തേക്കുമാണ് RBI നമുക്ക് റിസർവ് ബാങ്ക് കോഡ് നമ്പർ തരുന്നത്. സോ എക്സ്പോർട്ടർ നീഡ്സ് ടു ഗെറ്റ് ദാറ്റ് നമ്പർ. സെക്കൻഡ് വൺ, ദേ ഷുഡ് രജിസ്റ്റർ വിത്ത് ദ എക്സ്പോർട്ട് പ്രൊമോഷൻ കൗൺസിൽ, അല്ലെങ്കിൽ ഇവർ തന്നെ പറയുന്ന എക്സ്പോർട്ട് റിലേറ്റഡ് ആയിട്ടുള്ള ഏതെങ്കിലും അതോറിറ്റീസുമായിട്ട് നമ്മൾ മെമ്പർഷിപ്പ് എടുത്തിട്ടുണ്ടായിരിക്കണം. ആ ഒരു അസോസിയേഷന്റെ മെമ്പർ ആണെങ്കിൽ മാത്രമേ നിങ്ങൾക്ക് എക്സ്പോർട്ട് റിലേറ്റഡ് അല്ലെങ്കിൽ ഇമ്പോർട്ട് റിലേറ്റഡ് ആയിട്ടുള്ള കൺസെഷൻസും ഇൻസെന്റീവ്സും ഒക്കെ കിട്ടാൻ പറ്റത്തുള്ളൂ, അവെയിൽ ചെയ്യാൻ പറ്റത്തുള്ളൂ. അതർവൈസ് യു വിൽ ബി ഡിനൈഡ് ദ റൈറ്റ് ടു അവെയിൽ ദോസ് ബെനിഫിറ്റ്സ് ആൻഡ് ഇൻസെന്റീവ്സ്. പിന്നെ ഇമ്പോർട്ട് എക്സ്പോർട്ട് കോഡ് നമ്പർ, IEC നമ്പർ എന്ന് പറയും. ഇമ്പോർട്ട് എക്സ്പോർട്ട് കോഡ് നമ്പർ ഓരോ എക്സ്പോർട്ടറും എടുത്ത് വെച്ചിട്ടുണ്ടാകണം. അയാളുടെ ഐഡന്റിഫിക്കേഷൻ പോലൊരു നമ്പറാണ് എല്ലാ ട്രാൻസാക്ഷൻസിലും, ഫോറിൻ ട്രേഡിന്റെ എല്ലാ ട്രാൻസാക്ഷൻസിലും ആ നമ്പർ കാണിക്കുകയും വേണം. അത് കോമൺ ആയിട്ട് വേണ്ട 3 കാര്യമാണ്. ഒന്ന് RBIയുടെ കോഡ് നമ്പർ, ഒന്ന് യു ഹാവ് ടു ടേക്ക് മെമ്പർഷിപ്പ് ഇൻ ദ എക്സ്പോർട്ട് പ്രൊമോഷൻ കൗൺസിൽ, യു ഹാവ് ടു രജിസ്റ്റർ വിത്ത് ദ എക്സ്പോർട്ട് പ്രൊമോഷൻ കൗൺസിൽ. തേർഡ് വൺ, ഇമ്പോർട്ട് എക്സ്പോർട്ട് കോഡ് നമ്പർ എടുത്തിട്ടുണ്ടാവണം. Now let's see what is the procedure for export trade. Export trade procedure, first one, receive an enquiry. Enquiry എന്ന് പറഞ്ഞാൽ it is nothing but a question raised by the importer regarding the type of product that you are offering, the price of the product, the time that will be taken to produce that product, your mode of preferred payment, your മെത്തേഡ് ഓഫ് ട്രാൻസ്പോർട്ടേഷൻ, ഇതെല്ലാം ചോദിച്ചുകൊണ്ട്. ഞാനൊരു ഇമ്പോർട്ടർ ആണ്, എനിക്ക് സാധനം വേണം. അപ്പോൾ ഞാൻ എക്സ്പോർട്ട് ചെയ്യാൻ വില്ലിംഗ് ആയിട്ടുള്ള ആൾക്കാരെ അപ്രോച്ച് ചെയ്യും. ആൻഡ് ഐ വിൽ ആസ്ക് ദം ടു ഗിവ് മീ ഡീറ്റെയിൽസ് അബൌട്ട് ദെയർ പെർട്ടിക്കുലർ പ്രോഡക്റ്റ്. അപ്പൊ നിങ്ങളുടെ ഒരു പ്രോഡക്റ്റിന്റെ പ്രൈസ് എത്രയാണ്, അതിന്റെ ക്വാളിറ്റി സ്റ്റാൻഡേർഡ്സ് എത്രത്തോളം ഉണ്ട് എന്ന് നിങ്ങൾക്ക് തരാനായിട്ട് പറ്റും, എന്താണ് നിങ്ങളുടെ ടേംസ് ആൻഡ് കണ്ടീഷൻസ്, ഇതെല്ലാം അവര് ചോദിച്ചുകൊണ്ട് അങ്ങോട്ട് എൻക്വയർ ചെയ്യുന്നതിനെയാണ് ഫസ്റ്റ് സ്റ്റെപ്പ് എന്ന് പറയുന്നത്. ദാറ്റ് ഇസ് വൈ വി സേ റിസീവ് ആൻ എൻക്വയറി. ഇനി എൻക്വയറി കിട്ടിക്കഴിയുമ്പം ഒരു പ്രൊഫോമ ഇൻവോയ്സിന്റെ ഫോർമാറ്റിൽ എക്സ്പോർട്ടർ വിൽ റിപ്ലൈ ടു ദ ഇമ്പോർട്ടർ റിഗാർഡിംഗ് ഹിസ് price and delivery schedule, payment terms and validity period of various offers, ഇതെല്ലാം വെച്ച് അങ്ങോട്ടേക്ക് അയച്ചു കൊടുക്കും. അപ്പോൾ ഇമ്പോർട്ടർ സാറ്റിസ്ഫൈഡ് ആണെങ്കിൽ അതിലൊരു ഓർഡർ പ്ലേസ് ചെയ്യും. അതാണ് രണ്ടാമത്തെ സ്റ്റെപ്പ്,
receives and scrutinizes the order from the importer. Importer അയച്ച ഓർഡർ നമ്മൾ ചെക്ക് ചെയ്യും. അതായത് അയാൾക്ക് എന്തുമാത്രം പ്രോഡക്ട്സ് ആണ് വേണ്ടത്, എന്നാണ് അയാൾ അത് റിക്വസ്റ്റ് ചെയ്തിട്ടുള്ളത്, അതിന്റെ സ്പെസിഫിക്കേഷൻസ് എന്തൊക്കെയാണ് എന്നുള്ളതെല്ലാം നമ്മൾ നോക്കും. ഇനി തേർഡ് വൺ, ഒബ്റ്റെയിൻ ആൻഡ് എക്സ്പോർട്ട് ലൈസൻസ്. നമുക്ക് ട്രേഡിൽ എൻഗേജ് ചെയ്യണമെങ്കിൽ ലൈസൻസ് അപ്ലൈ ചെയ്തേ പറ്റത്തുള്ളൂ. അപ്പോൾ നമ്മുടെ ഫോറിൻ ട്രേഡ് ആക്ട് അത് സ്പെസിഫിക്കലി മെൻഷൻ ചെയ്തിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ലൈസൻസ് എടുക്കാനായിട്ട് ആരെ അപ്രോച്ച് ചെയ്യണം? എക്സ്പോർട്ടർ ഹാസ് ടു അപ്ലൈ ടു ദ DGFT, ദാറ്റ് ഇസ് ദ ഡയറക്ടർ ജനറൽ ഓഫ് ഫോറിൻ ട്രേഡിനെ അപ്രോച്ച് ചെയ്ത് അവർ ലൈസൻസ് ഒപ്പിച്ചെടുക്കണം. ലൈസൻസ് കിട്ടിക്കഴിഞ്ഞാൽ നെക്സ്റ്റ് അവർ ചെയ്യുന്നത് എന്താണ്? വി ഹാവ് ഓൾറെഡി എൻറ്റേർഡ് ഇൻ ടു എ സെയിൽസ് എഗ്രിമെന്റ്, വി ഹാവ് ടു സപ്ലൈ ദാറ്റ് ഗുഡ്സ് ഓൺ ദ എഗ്രീഡ് ഡേറ്റ്. അപ്പോൾ ഒന്നുകിൽ നമ്മൾ ആ സാധനം മാനുഫാക്ചർ ചെയ്യാൻ അല്ലെങ്കിൽ ആ സാധനം എവിടെന്നെങ്കിലും പ്രൊക്യൂർ ചെയ്യാൻ വേണ്ടിയിട്ടുള്ള അറേഞ്ച്മെന്റ്സ് ചെയ്തു തുടങ്ങണം. ദാറ്റ് ഇസ് ദ നെക്സ്റ്റ് സ്റ്റേജ്. സോ നമ്മൾ നമ്മുടെ ഫാക്ടറിയിലെ മാനേജറിനെ ഇൻഫോം ചെയ്യും, അല്ലെങ്കിൽ ഫാക്ടറി മാനേജറിനെ നമ്മൾ നോട്ടിഫൈ ചെയ്യും ത്രൂ എ നോട്ട് ദാറ്റ് ഇത്രാം തീയതി ഇത്രയും പ്രോഡക്ട്സ് ഇന്ന ക്വാളിറ്റിയിലുള്ളത് ഇത്ര റെഡിയാക്കി വെച്ചേക്കണം എന്ന് പറഞ്ഞ് അറിയിക്കും. നെക്സ്റ്റ് ഇസ് ഫുൾഫിൽസ് എക്സ്ചേഞ്ച് റെഗുലേഷൻസ്. അപ്പോ നമ്മളിപ്പോ വെളിയിലോട്ട് എവിടെയെങ്കിലും സാധനം കയറ്റി വിടണമെന്നുണ്ടെങ്കിൽ വി ഹാവ് ടു നോട്ടിഫൈ ദ റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ. RBIനെ അറിയിക്കാതെ ഒന്നും നടക്കത്തില്ല. അപ്പൊ RBI അടുത്ത് നമ്മൾ അറിയിക്കുമ്പോൾ കൂടെ നമ്മൾ പറയുന്ന ഒരു കാര്യമാണ്, നമ്മുടെ ട്രാൻസാക്ഷൻ നടന്ന് 180 ഡേയ്സിനുള്ളിൽ നമുക്ക് ഫോറിൻ കറൻസിയിൽ പേയ്മെന്റ്സ് കിട്ടും, ഇത്രയും രൂപയ്ക്കുള്ള സാധനമാണ് കയറ്റി വിടുന്നത്, ഇത്ര രൂപയാണ് കിട്ടുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നത് എന്ന് പറഞ്ഞ് നമ്മൾ RBIക്ക് ഒരു നോട്ടീസ് കൊടുക്കണം. ഇനി ഫോറിൻ എക്സ്ചേഞ്ച് പോളിസി ഫോർമാലിറ്റീസിന്റെ അകത്ത് GR ഫോം എന്ന് പറഞ്ഞൊരു ഫോം നമ്മൾ സബ്മിറ്റ് ചെയ്യേണ്ടതായിട്ട് ഉണ്ട്. അപ്പം ഗുഡ്സിന്റെ ഡീറ്റെയിൽസ് ഒക്കെ വെച്ച് അപ്ലൈ ചെയ്യുക, RBIനെ നോട്ടിഫൈ ചെയ്യുക. നെക്സ്റ്റ് ഇസ് ബുക്സ് ഷിപ്പിംഗ് സ്പേസ്. അതായത് നമുക്ക് ചിലപ്പോൾ ഈ ഷിപ്പിംഗ് ഏജന്റിനെ ഏൽപ്പിക്കുന്നതായിരിക്കും കുറച്ചും കൂടെ കംഫർട്ടബിൾ. അപ്പോൾ ഒരു ഫ്രൈറ്റ് ബ്രോക്കർ ഓർ ഏജന്റ് എന്നാണ് നമ്മൾ അയാളെ പറയുന്നത്. He will take care of arranging the ship for transporting your finished products to your buyer. അപ്പൊ നിങ്ങളുടെ സാധനം അവിടെ എത്തിക്കാൻ വേണ്ടി ആവശ്യമുള്ള ഷിപ്പ്, അപ്പോൾ അവർക്ക് കംപ്ലീറ്റ് ഡീറ്റെയിൽസ് അറിയായിരിക്കും, ഏത് ഷിപ്സ് ആണ് ഈ ഒരു റൂട്ടിൽ ഓടുന്നത്, ഏറ്റവും കുറഞ്ഞ റേറ്റിൽ എങ്ങനെ വാങ്ങിച്ചെടുക്കാം എന്നൊക്കെ അറിയായിരിക്കും. സോ വിൽ എൻട്രസ്റ്റ് ദം വിത്ത് ദ ഡ്യൂട്ടി ടു ഫൈൻഡ് എ ഷിപ്പിംഗ് കമ്പനി. ഇപ്പൊ ഈ ഷിപ്പിംഗ് കമ്പനീസിനും ഓർഡേഴ്സ് റിസീവ് ചെയ്യാനായിട്ട് അവർ ഈ ബ്രോക്കേഴ്സിനെ ആയിരിക്കും അപ്രോച്ച് ചെയ്യുന്നത്. അപ്പൊ രണ്ടുപേർക്ക് അത് ഗുണമുള്ള കാര്യമാണ്. ഇനി ഷിപ്പിംഗ് കമ്പനി എഗ്രി ചെയ്യാണ്, ഓക്കെ ഇത്ര രൂപ തരയാണെങ്കിൽ നമ്മൾ ഇന്ന ഡേറ്റിൽ ഇത്രയും സാധനം അവിടെ കൊണ്ട് ഏൽപ്പിക്കാം. അപ്പോൾ ദ എഗ്രിമെന്റ് വിത്ത് ദ ഷിപ്പിംഗ് കമ്പനി ഈസ് നോൺ ആസ് ദ ചാർട്ടർ പാർട്ടി, CHARTER പാർട്ടി. ഓക്കെ, അപ്പൊ അത്രയാണ് അതിന്റെ ഒരു സ്റ്റെപ്പ്. നെക്സ്റ്റ് വൺ ഇസ് ഗെറ്റ്സ് എക്സൈസ് ക്ലിയറൻസ് ആൻഡ് പ്രീ ഷിപ്മെന്റ് ഇൻസ്പെക്ഷൻ. ഇനി നമുക്ക് എന്ത് വേണം? എക്സൈസ് ക്ലിയറൻസ് വേണം. എക്സൈസ് ക്ലിയറൻസ് കിട്ടിക്കഴിഞ്ഞാൽ മാത്രമേ നമുക്ക് സാധനം കയറ്റി വിടാൻ പറ്റത്തുള്ളൂ. പ്രീ ഷിപ്മെന്റ് ഇൻസ്പെക്ഷനും വേണം. അപ്പോൾ ഈ ക്ലിയറൻസ് കിട്ടാനായിട്ട് നമ്മൾ എക്സൈസ് ഡ്യൂട്ടി പേ ചെയ്ത്, ഇപ്പൊ എന്ന് പറഞ്ഞാൽ എക്സൈസ് ഡ്യൂട്ടി നമുക്ക് റീഫണ്ട് ആയിട്ട് ചോദിക്കാവുന്നതാണ്. അപ്പൊ സാധനം കയറ്റി വിട്ട ശേഷം ഇതിന്റെ റീഫണ്ട് ക്ലെയിം ചെയ്യാം, അല്ലെങ്കിൽ നേരത്തെ തന്നെ അതിന്റെ ആവശ്യമുള്ള ഫോർമാലിറ്റീസ് വെച്ച് നമുക്കത് ക്ലിയർ ചെയ്തെടുക്കാവുന്നതാണ്. പ്രീ ഷിപ്മെന്റ് ഇൻസ്പെക്ഷൻ എന്ന് പറഞ്ഞാൽ ഷിപ്പ് കയറ്റുന്നതിന് മുമ്പ് ഈ പറഞ്ഞ സാധനങ്ങളെല്ലാം പറഞ്ഞ പ്രകാരമുള്ള ക്വാളിറ്റിയിലുള്ളതാണോ, സ്റ്റാൻഡേർഡൈസ് പ്രോഡക്റ്റ് ആണോ എന്ന് എൻഷുർ ചെയ്യണം. അപ്പൊ ഇതിനൊരു ഇൻസ്പെക്ഷൻ എന്ന് പറയുന്നത് മാൻഡേറ്ററി ആണ്. അപ്പൊ ഈ എക്സ്പോർട്ടറിന് ഒന്നുകിൽ അയാളുടെ ഫാക്ടറിയിൽ ഇതിന്റെ ഒഫീഷ്യലിനെ വിളിച്ചുകൊണ്ട് പോയി അവിടെ വെച്ച് എക്സ്പോർട്ട് ചെയ്യാം, ഇൻസ്പെക്ഷൻ നടത്താൻ അറേഞ്ച്മെന്റ്സ് ചെയ്യാം. അവിടെ വെച്ച് ഇൻസ്പെക്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ പിന്നീട് ഒരു ഇൻസ്പെക്ഷന്റെ ആവശ്യമില്ല, കൊണ്ടുവരുമ്പോൾ നേരെ ഷിപ്പിൽ കയറ്റാം. ഇത് ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ നമ്മൾ അതിന്റെ ഡോക്കിൽ കൊണ്ടുവരുമ്പോഴത്തേക്കും അവിടെ വെച്ച് ഇൻസ്പെക്ഷൻ നടത്തിയ ശേഷം മാത്രമേ അവർ നമുക്ക് ക്ലിയർ സർട്ടിഫിക്കറ്റ് ഇഷ്യൂ ചെയ്യത്തുള്ളൂ. അപ്പോൾ ഒരു ഇൻസ്പെക്ഷൻ സർട്ടിഫിക്കറ്റ് നമ്മളെല്ലാം പാസ്സായി കഴിഞ്ഞാൽ അവർ അതിൽ ഇഷ്യൂ ചെയ്യും. നെക്സ്റ്റ് സ്റ്റേജ് പാക്കിംഗ് ആൻഡ് മാർക്കിംഗ് ആണ്. ചെക്കിംഗ് എല്ലാം കഴിഞ്ഞു. ഇനി എന്ത് ചെയ്യണം? സാധനം കയറ്റി വിടാനായിട്ട് നമ്മൾ കൊച്ചു കൊച്ചു ബോക്സസിൽ പാക്ക് ചെയ്യണം. മാർക്കിംഗ് എന്താണ്? മാർക്കിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ആ പ്രോഡക്റ്റിന്റെ വെയിറ്റ് എത്രത്തോളം ഉള്ള ഒരു പ്രോഡക്റ്റ് ആണ് എന്ന് ആ പാക്കറ്റിൽ നമ്മൾ കാണിക്കണം. പിന്നെ അതേ സമയം തന്നെ ഇപ്പൊ ഹാൻഡിൽ വിത്ത് കെയർ, ദിസ് സൈഡ് അപ്പ്, അങ്ങനെയുള്ള ഇൻസ്ട്രക്ഷൻസ് എല്ലാം നമ്മൾ ആ ബോക്സിൽ കൃത്യമായിട്ടും രേഖപ്പെടുത്തിയിട്ടുണ്ടാവണം. നെക്സ്റ്റ് അപ്പോയിന്റ്സ് ക്ലിയറിംഗ് ആൻഡ് ഫോർവേഡിംഗ് ഏജൻറ്റ്സ്. ചിലപ്പോൾ നമുക്ക്
ആസ് എ ബിസിനസ്മാൻ ഇതിന്റെ പുറകെ നടക്കാൻ ടൈം കാണില്ല. അപ്പോൾ ഈ ആവശ്യമുള്ള പെർമിഷൻസ് എല്ലാം വാങ്ങിച്ചെടുത്ത് സാധനം കയറ്റി വിടാനായിട്ടുള്ള ഡോക്യുമെന്റ്സ് എല്ലാം അറേഞ്ച് ചെയ്ത് കയറ്റി വിടാൻ വേണ്ടി നമ്മൾ ഏർപ്പാടാക്കുന്ന ആൾക്കാരാണ് ക്ലിയറിംഗ് ആൻഡ് ഫോർവേഡിംഗ് ഏജന്റ്സ് എന്ന് പറയുന്നത്. അപ്പൊ നമ്മൾ സാധനം ജസ്റ്റ് റെയിൽവേ സ്റ്റേഷനിൽ കൊണ്ട് എത്തിച്ചു കൊടുത്താൽ മതി ട്രെയിൻ വഴി. അവിടെ നിന്ന് ഇവർ കളക്ട് ചെയ്യുന്നു, വെയർ ഹൗസിൽ കൊണ്ടുവയ്ക്കുന്നു, ചിലപ്പോൾ അവർ തന്നെ പാക്കിംഗ് ആൻഡ് മാർക്കിംഗ് എന്ന് പറയുന്ന ഡ്യൂട്ടി ഏറ്റെടുക്കുന്നു, ബാക്കി ആവശ്യമുള്ള ഡോക്യുമെന്റ്സ് എല്ലാം പ്രിപ്പയർ ചെയ്യുന്നു, എന്നിട്ട് അത് കയറ്റി വിടുന്നവരെയുമുള്ള എല്ലാ കാര്യങ്ങളും അവർ തന്നെയായിരിക്കും ചെയ്യുന്നത്. അപ്പൊ കുറെ ഡോക്യുമെന്റ്സ് ആവശ്യമുണ്ട്. AR4 ഫോം, GR ഫോം, ഡിക്ലറേഷൻ ഫോം, ലെറ്റർ ഓഫ് ക്രെഡിറ്റ്, പാക്കിംഗ് ലിസ്റ്റ്, അങ്ങനെ കുറെ ഡോക്യുമെന്റ്സ് ആവശ്യമുണ്ട്. അതെല്ലാം ഇവർ റെഡിയാക്കി തരും. നെക്സ്റ്റ് ഇസ് കസ്റ്റംസ് ഫോർമാലിറ്റി. കസ്റ്റംസിന്റെ ഫോർമാലിറ്റീസ് എല്ലാം കഴിഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഷിപ്പിലോട്ട് കയറ്റാനായിട്ടുള്ള പെർമിഷൻ കിട്ടത്തുള്ളൂ. അപ്പൊ നമുക്ക് ഈ കസ്റ്റംസ് ക്ലിയറൻസ് കിട്ടാൻ വേണ്ടിയായിട്ട് ഷിപ്പിംഗ് ബിൽ എന്ന് പറയുന്ന ഒരു ബില്ല് പ്രിപ്പയർ ചെയ്യണം. ഷിപ്പിംഗ് ബിൽ എന്ന് പറഞ്ഞാൽ എന്താണ്? ഇറ്റ് ഇസ് എ ഡോക്യുമെന്റ് ഷോയിങ് ദ എക്സ്പോർട്ടേഴ്സ് നെയിം ആൻഡ് അഡ്രസ്, ഡിസ്ക്രിപ്ഷൻ ഓഫ് ഗുഡ്സ് സച്ച് ആസ് ദി number, quantity, value, etc., the country from which they are exported, name of the vessel, and the port where goods are to be discharged. അപ്പോൾ പ്രോഡക്റ്റുമായിട്ട് റിലേറ്റ് ചെയ്യുന്ന എല്ലാ ഇൻഫർമേഷനും ഇൻക്ലൂഡ് ചെയ്യുന്ന ഒരു ബില്ലാണ് ഷിപ്പിംഗ് ബിൽ എന്ന് പറയുന്നത്. അത് റെഡിയാക്കി വെക്കണം. ഈ ഷിപ്പിംഗ് ബില്ലിന് പുറമെയാണ് ഞാൻ പറഞ്ഞ നേരത്തെ ഫോംസ് എല്ലാം വേണ്ടത്. AR4 ഫോം, GR ഫോം, പിന്നെ പാക്കിംഗ് ലിസ്റ്റ്, ലെറ്റർ ഓഫ് ക്രെഡിറ്റ്, ഡിക്ലറേഷൻ ഫോം, അങ്ങനെ പല ഡോക്യുമെന്റ്സും ഉണ്ട്. ഇതെല്ലാം അവിടെ കാണിച്ച് ക്ലിയറൻസ് അവർ വാങ്ങിച്ചെടുക്കണം. നെക്സ്റ്റ് ഇസ് ഇൻഷുറൻസ് ഓഫ് ഗുഡ്സ് ആൻഡ് ECGC കവർ. ECGC എന്ന് പറഞ്ഞാൽ എക്സ്പോർട്ട് ക്രെഡിറ്റ് ഗ്യാരണ്ടി കോർപ്പറേഷൻ. ഇൻഷുറൻസ് ഉണ്ടെങ്കിൽ മാത്രമേ അവർ ചിലപ്പോൾ ഈ സാധനം ഷിപ്പ് ചെയ്യാൻ വില്ലിങ് ആകത്തുള്ളൂ. ഇൻഷുറൻസ് ഉണ്ടെങ്കിൽ മാത്രമേ ബാങ്ക് നമുക്ക് ഗ്യാരണ്ടി തരാൻ വില്ലിങ് ആകത്തുള്ളൂ. അപ്പൊ എന്ത് ചെയ്യണം? എക്സ്പോർട്ട് ക്രെഡിറ്റ് ഗ്യാരണ്ടി കോർപ്പറേഷനിൽ നിന്നും ഇവര് ഒരു ബില്ലെടുത്തിരിക്കണം, ഒരു ഇൻഷുറൻസ് എടുത്തിരിക്കണം. അതായത് ഇപ്പോൾ കമേഴ്ഷ്യൽ ആൻഡ് പൊളിറ്റിക്കൽ റിസ്ക്, അല്ലെങ്കിൽ ഇൻസോൾവൻസി ഓഫ് ദി ബയർ, അല്ലെങ്കിൽ എന്തെങ്കിലും സിവിൽ വാർ ബ്രേക്ക് ഔട്ട് ചെയ്യുന്നു, ഈ ഉള്ള ലോസസിൽ നിന്നെല്ലാം ഒരു കവറേജ് കിട്ടാൻ വേണ്ടി നമ്മൾ എക്സ്പോർട്ട് ക്രെഡിറ്റ് ഗ്യാരണ്ടി കോർപ്പറേഷനിൽ നിന്നും ഇൻഷുറൻസ് എടുത്തിട്ടുണ്ടാവണം. നെക്സ്റ്റ് ഇസ് പ്ലേസസ് ദ ഗുഡ്സ് ഓൺ ബോർഡ് ഓഫ് ദ ഷിപ്പ്. ഷിപ്പിലേക്ക് സാധനം കയറ്റുക എന്നുള്ളതാണ് നമ്മുടെ അടുത്ത കർത്തവ്യം. അപ്പൊ നമ്മൾ ഷിപ്പിലേക്ക് കയറ്റുമ്പോഴത്തേക്കും ഷിപ്പിന്റെ ക്യാപ്റ്റൻ ആയിട്ടുള്ള ആളുടെ അസിസ്റ്റന്റ് വരും. അസിസ്റ്റന്റ് വന്ന് ഈ സാധനം കംപ്ലീറ്റ് ചെക്ക് ചെയ്യും, പറഞ്ഞിരിക്കുന്ന കണക്ക് തന്നെയാണോ. അയാൾ സാറ്റിസ്ഫൈഡ് ആണെങ്കിൽ അയാൾ ഒരു ക്ലീൻ മെയ്റ്റ്സ് റെസിപ്റ്റ് തരും, MATES. ആ മെയ്റ്റ്സ് റെസിപ്റ്റ് ആണ് നമ്മൾ കൊണ്ടുപോയി കാണിച്ച് അടുത്ത ഡോക്യുമെന്റ് വാങ്ങിച്ചെടുക്കാനുള്ളത്. ഇനിയിപ്പോ അയാൾ നോക്കുവാണ്, അയാൾ ആ ബില്ലിൽ എഴുതിയിരിക്കുന്ന സാധനവും ഈ കൊണ്ടുവന്നിരിക്കുന്ന സാധനവും തമ്മിൽ എന്തെങ്കിലും വേരിയേഷൻസ് കണ്ടു കഴിഞ്ഞാൽ, and if he is not satisfied, he will issue a foul or closed എന്ന് പറഞ്ഞൊരു റിമാർക്ക് വെച്ചിട്ടായിട്ടുള്ള മെയ്റ്റ്സ് റെസിപ്റ്റ് ആയിരിക്കും തരുന്നത്. അത് നമുക്ക് ചിലപ്പോൾ ഷിപ്പ് ചെയ്യാൻ പെർമിഷൻ തന്നെ കിട്ടാതെ പോകാനായിട്ടുള്ള റീസണായി മാറും. നെക്സ്റ്റ് ഇസ് ഒബ്റ്റെയിൻസ് ബിൽ ഓഫ് ലേഡിംഗ്. ബിൽ ഓഫ് ലേഡിംഗ് എന്ന് പറഞ്ഞാൽ ഇത്രയേ ഉള്ളൂ. നമുക്ക് സാധനം ഇപ്പോൾ ഇമ്പോർട്ടറിനെ ക്ലെയിം ചെയ്യണം എന്നുണ്ടെങ്കിൽ ഹി ഷുഡ് ഷോ ദ ബിൽ ഓഫ് ലേഡിംഗ്. ബിൽ ഓഫ് ലേഡിംഗ് കാണിച്ചാൽ മാത്രമേ ആ ഇമ്പോർട്ടറിന് ഈ ഷിപ്പിംഗ് കമ്പനിയുടെ കയ്യിൽ നിന്ന് ഗുഡ്സ് ഡെലിവർ ആയി കിട്ടത്തുള്ളൂ. അത് നെഗോഷ്യബിൾ ഇൻസ്ട്രുമെന്റ് അല്ല, വേറെ ആർക്കും നമുക്കത് കൈമാറാവുന്നതല്ല. ആരുടെ പേരിലാണോ എക്സ്പോർട്ടർ അയച്ചിരിക്കുന്നത് അയാൾക്ക് മാത്രമേ അത് കാണിച്ച് സാധനം എടുക്കാനായിട്ട് പറ്റത്തുള്ളൂ. ഇനി ഓൾറെഡി പേ ചെയ്തതാണ്, ട്രാൻസ്പോർട്ടേഷൻ ചാർജസ് ഓൾറെഡി എക്സ്പോർട്ടർ പേ ചെയ്തു എങ്കിൽ ബിൽ ഓഫ് ലേഡിംഗിൽ ഫ്രൈറ്റ് പെയ്ഡ് എന്ന് എഴുതിയിട്ടുണ്ടാകും. അതേസമയം ട്രാൻസ്പോർട്ടേഷൻ ചാർജസ് പേ ചെയ്യേണ്ടത് ഇമ്പോർട്ടർ ആണ്. പോയി സാധനം എടുക്കുന്ന സമയത്താണ് ഈ ഷിപ്പിംഗ് കമ്പനിക്ക് പേയ്മെന്റ് ചെയ്യേണ്ടതെങ്കിൽ ആ ബിൽ ഓഫ് ലേഡിംഗിൽ നമ്മൾ ഫ്രൈറ്റ് ഫോർവേഡ് എന്ന് റെക്കോർഡ് ചെയ്തിട്ടുണ്ടാവും. നെക്സ്റ്റ് ഈസ് കളക്ട്സ് നെസസറി ഡോക്യുമെന്റ്സ് ആൻഡ് ഡിസ്പാച്ചസ് ഷിപ്മെന്റ് അഡ്വൈസ് ടു ദ ഇമ്പോർട്ടർ. അപ്പൊ പലതരത്തിലുള്ള ഡോക്യുമെന്റ്സ് ഉണ്ട് എന്ന് നമ്മൾ പറഞ്ഞു. ബിൽ ഓഫ് ലേഡിംഗ്, ഷിപ്പിംഗ് ബില്ല്, എക്സ്പോർട്ട് ഓർഡർ, ലെറ്റർ ഓഫ് ക്രെഡിറ്റ്, AR ഫോം, GR ഫോം, ഇതെല്ലാം കളക്ട് ചെയ്യുന്നു. എന്നിട്ട് എന്ത് ചെയ്യുന്നു? എക്സ്പോർട്ടർ ഈ ഡോക്യുമെന്റ്സ് എല്ലാം കിട്ടിക്കഴിയുമ്പോഴത്തേക്കും ഇമ്പോർട്ടറിന് അയാൾ കമേഴ്ഷ്യൽ ഇൻവോയ്സ്, ഇൻഷുറൻസ് പോളിസി, കോപ്പീസ് ഓഫ് ബിൽ ഓഫ് ലേഡിംഗ്, പാക്കിംഗ് ലിസ്റ്റ്, ഇതെല്ലാം അയച്ചു കൊടുക്കുന്നു. പാക്കിംഗ് ലിസ്റ്റ് എന്താണ്? എന്തൊക്കെ സാധനം വന്നു എന്നുള്ള ലിസ്റ്റ്. ബിൽ ഓഫ് ലേഡിംഗ് എന്ന് പറഞ്ഞാൽ അയാൾക്ക് ആ സാധനം ഡെലിവറി ചെയ്തെടുക്കാനുള്ള അവകാശം.
ഇൻഷുറൻസ് പോളിസി വഴി വെച്ച് എന്തെങ്കിലും ഗുഡ്സിന് നഷ്ടം ഉണ്ടാക്കിയെങ്കിൽ അത് ക്ലെയിം ചെയ്യാനായിട്ട്. കമേഴ്ഷ്യൽ ഇൻവോയ്സ് നമ്മൾ അയക്കുന്ന ബില്ല്, ഈ സാധനങ്ങളെല്ലാം കൂടെ ചേർത്ത് എക്സ്പോർട്ടർ ആദ്യമേ ഇമ്പോർട്ടറിന് ഫോർവേഡ് ചെയ്ത് കൊടുക്കുന്നതായിരിക്കും. അത്രയാണ് അതിന്റെ സ്റ്റേജ്. നെക്സ്റ്റ് സെക്യൂർസ് പേയ്മെന്റ്. പേയ്മെന്റ് നമ്മൾ എന്താണ് ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളൊരു ബിൽ ഓഫ് എക്സ്ചേഞ്ച് എഴുതും. ബിൽ ഓഫ് എക്സ്ചേഞ്ച് എന്ന് പറഞ്ഞാൽ ഇന്ന പാർട്ടി ഇത്രാം തീയതി എനിക്ക് ഇത്രയും രൂപ തരാനായിട്ടുണ്ട് എന്ന് പറഞ്ഞ് അയാളുടെ കയ്യിൽ നിന്ന് അത് എഗ്രി ചെയ്ത് സൈൻ ചെയ്ത് വാങ്ങിക്കുന്നതിനെയാണ് ബിൽ ഓഫ് എക്സ്ചേഞ്ച് എന്ന് പറയുന്നത്. അപ്പോൾ നമ്മളിപ്പോൾ പറയാം, നമ്മൾ ഈ ബിൽ ഓഫ് ലേഡിംഗ് കൊടുത്താലേ അയാൾക്ക് ആ ഗുഡ്സിന്റെ ഡെലിവറി എടുക്കാനായിട്ട് പറ്റത്തുള്ളൂ. അപ്പൊ അയാൾക്ക് ബിൽ ഓഫ് ലേഡിങ്ങും ബാക്കി ആവശ്യമുള്ള ഡോക്യുമെന്റ്സും എല്ലാം നമ്മൾ ഹാൻഡ് ഓവർ ചെയ്യണം എന്നുണ്ടെങ്കിൽ യു ഷുഡ് ഐദർ സൈൻ ദിസ് ബിൽ ഓഫ് എക്സ്ചേഞ്ച് ഓർ മേക്ക് ദ പേയ്മെന്റ് എന്ന് നമ്മൾ പറയും. അപ്പൊ ഡോക്യുമെന്റ്സ് അഗെയിൻസ്റ്റ് പേയ്മെന്റ് ആണ്. അതായത് നിങ്ങൾ പേ ചെയ്താൽ ഫുൾ പേയ്മെന്റ് ചെയ്യുമ്പോൾ ഞാൻ എല്ലാ ഡോക്യുമെന്റ്സും നിങ്ങൾക്ക് ഹാൻഡ് ഓവർ ചെയ്യാം എന്നാണെങ്കിൽ നമുക്ക് അതിനെ DP എന്ന് വിളിക്കും. അതേസമയം ഡോക്യുമെന്റ്സ് അഗെയിൻസ്റ്റ് എഗ്രിമെന്റ് അക്സെപ്റ്റൻസ്, അതായത് നമ്മളൊരു ബിൽ ഓഫ് എക്സ്ചേഞ്ച് എഴുതി കൊടുത്തു, ഫ്യൂച്ചർ ഡേറ്റിൽ പേ ചെയ്തോളാം എന്ന് പറഞ്ഞ് വാഗ്ദാനം മാത്രമാണ് തരുന്നതെങ്കിൽ നമ്മളൊരു DA ആണ് കൊടുക്കുന്നത്. ഡോക്യുമെന്റ് അഗെയിൻസ്റ്റ് അക്സെപ്റ്റൻസ് കിട്ടുമ്പോൾ ഡോക്യുമെന്റ്സ് ഹാൻഡ് ഓവർ ചെയ്യും. സെക്കൻഡ് ലാസ്റ്റ് ഇസ് ഡോക്യുമെന്ററി ക്രെഡിറ്റ് അണ്ടർ ലെറ്റർ ഓഫ് ക്രെഡിറ്റ്. ലെറ്റർ ഓഫ് ക്രെഡിറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇമ്പോർട്ടറിന്റെ ബാങ്ക് ഗ്യാരണ്ടി നിൽക്കുന്നതാണ് എക്സ്പോർട്ടറിന്. ഇൻ കേസ് ദ ഇമ്പോർട്ടർ മേക്സ് എനി ഡിഫോൾട്ട് ദ ബാങ്ക് വിൽ കോമ്പൻസേറ്റ് ദി എക്സ്പോർട്ടർ എന്ന് പറഞ്ഞ് നിൽക്കുന്ന ഒരു ഗ്യാരണ്ടി ലെറ്ററിനെയാണ് ലെറ്റർ ഓഫ് ക്രെഡിറ്റ് എന്ന് പറയുന്നത്. അപ്പൊ ആദ്യമേ തന്നെ ബാങ്ക് വഴിയായിരിക്കണം ട്രാൻസാക്ഷൻസ് എല്ലാം സെറ്റിൽ ചെയ്യുന്നത്. ഇനി ലാസ്റ്റ് വൺ ക്ലെയിംസ് ദ ഇൻസെന്റിവ്സ്. ഇനി ചിലപ്പോൾ ടാക്സ് കൺസെഷൻസ് അലൗഡ് ആയിരിക്കും, എക്സൈസ് ഡ്യൂട്ടി പേ ചെയ്ത് റീഫണ്ട് ആയിട്ട് കിട്ടാൻ ചാൻസ് ഉണ്ടാകും, ഇമ്പോർട്ട് ലൈസൻസസ് അവൈൽ ചെയ്യാനായിട്ട് പറ്റും. ഇങ്ങനത്തെ ഇൻസെന്റിവ്സ് ഒക്കെ കിട്ടുന്നതെല്ലാം ക്ലെയിം ചെയ്യുക എന്നുള്ളതാണ് എക്സ്പോർട്ട് ട്രേഡ് പ്രൊസീജിയറിന്റെ ലാസ്റ്റ് സ്റ്റേജ് എന്ന് പറയുന്നത്. ദിസ് ഇസ് ദ പ്രൊസീജിയർ വിത്ത് റിഗാർഡ് ടു ദ എക്സ്പോർട്ട് ട്രേഡ്. Now we have only one small topic to discuss in this chapter, and that is import trade procedure. അത് ഇത്രയും ലെങ്തി അല്ല, കുറച്ചും കൂടെ സ്റ്റെപ്സ് കുറവുണ്ട്, അതും കൂടെ നമുക്കൊന്ന് നോക്കാം ഈ വീഡിയോയിൽ. So let's see what is the import trade procedure. First thing that the importer will do is make a trade enquiry. അല്ലേ, നമുക്ക് താല്പര്യമുള്ള എക്സ്പോർട്ടേഴ്സിന്റെ കയ്യിൽ നിന്നും we'll collect the details of their products. We'll say we require a certain product. അതിന് നിങ്ങൾ എത്രയാണ് പ്രൈസ് ചാർജ് ചെയ്യുന്നത്, അതിന്റെ ബാക്കി സ്പെസിഫിക്കേഷൻസ് ഒക്കെ എന്താണ് എന്ന് ചോദിച്ചു they will make an enquiry regarding the quality, the design, the size, etc. എന്നിട്ട് കൊട്ടേഷൻസ് കിട്ടും പലവരുടെ കയ്യിൽ നിന്ന്, പല എക്സ്പോർട്ടേഴ്സിന്റെ കയ്യിൽ നിന്നും കൊട്ടേഷൻസ് കിട്ടുമ്പോൾ അത് കമ്പയർ ചെയ്ത് അവർക്ക് ഏറ്റവും അഫോർഡബിൾ ആയിട്ടുള്ളതും പ്രോഫിറ്റബിൾ ആയിട്ടുള്ളതും ഏതാണോ അതായിരിക്കും ചൂസ് ചെയ്യുന്നത്. Second, obtain an import license. They have to get a license in order to import the goods from the licensing authority. അപ്പൊ അതിന് വേണ്ടിയായിട്ട് അവര് ഈ ലൈസൻസ് 2 കോപ്പി ഉണ്ട്. ഒരു കോപ്പി കസ്റ്റംസ് അതോറിറ്റിനെ കാണിച്ചാൽ മാത്രമേ നമുക്ക് ആ സാധനം വരുമ്പോൾ അവിടെ നിന്ന് വിട്ടു തരത്തുള്ളൂ. ഒരു കോപ്പി റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യയിൽ കാണിക്കണം, കാരണം റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യയിൽ നിന്നാണ് അവര് ഫോറിൻ എക്സ്ചേഞ്ച് എടുത്ത് പേയ്മെന്റ് ചെയ്യേണ്ടത്. മൂന്നാമത്തത് ഒബ്റ്റെയിൻസ് ഫോറിൻ എക്സ്ചേഞ്ച്. RBIനെ അപ്രോച്ച് ചെയ്യുക, അവരുടെ അടുത്ത് നിന്നും ഫോറിൻ എക്സ്ചേഞ്ച് വാങ്ങിച്ചെടുക്കുക. പൈസ ഉണ്ടെങ്കിൽ പേയ്മെന്റ്സ് ചെയ്യാനായിട്ട് പറ്റത്തുള്ളൂ. അപ്പൊ അതിന്റെ ഫോർമാലിറ്റീസ് ഒക്കെ മീറ്റ് ചെയ്യാം. ഫോർത്ത് വൺ, പ്ലേസ് ദ ഓർഡർ ഓൺ ഇന്റന്റ്. നമുക്ക് ലൈസൻസും കിട്ടി, അതേസമയം നമുക്ക് മണി ഫോറിൻ എക്സ്ചേഞ്ചിലും കിട്ടിയിട്ടുണ്ടെന്നുണ്ടെങ്കിൽ വിൽ പ്ലേസ് ദി ഓർഡർ. നമുക്ക് ഇന്ന എക്സ്പോർട്ടിന്റെ കഴിഞ്ഞ് ഇത്രയും സാധനം ഇത്രാം തീയതി ഇത്ര രൂപയ്ക്ക് വേണം എന്ന് പറഞ്ഞ് നമ്മൾ നമ്മുടെ സ്പെസിഫൈ ചെയ്ത് അയക്കുന്നു. ഇനി നമ്മൾ കൊടുക്കുന്ന ഓർഡർ 3 രീതിയിലായിരിക്കാം. ഇറ്റ് ക്യാൻ ബി ആൻ ഓപ്പൺ ഓർഡർ, ഇറ്റ് ക്യാൻ ബി എ ക്ലോസ്ഡ് ഓർഡർ, ഇറ്റ് ക്യാൻ ബി എ കൺഫർമേറ്ററി ഓർഡർ. ഓപ്പൺ ഓർഡർ എന്ന് പറഞ്ഞാൽ ഞാൻ ജസ്റ്റ് പറയുന്നു എനിക്ക് ഇന്ന ഒരു പ്രോഡക്റ്റ് വേണം, അത് എന്തോ ആയിക്കോട്ടെ, അതിനെ പറ്റിയുള്ള ബാക്കി ഡീറ്റെയിൽസ് മാനുഫാക്ചറർ ഡിസൈഡ് ചെയ്താൽ മതി. ക്ലോസ്ഡ് ഇന്റന്റ് ആണെന്നുണ്ടെങ്കിൽ ഐ എം സ്പെസിഫൈങ് എവറി ആസ്പെക്ട് അബൌട്ട് ദാറ്റ് പ്രോഡക്റ്റ്. ഈ പ്രോഡക്റ്റ് തന്നെ വേണം, ഇന്ന കളർ ആയിരിക്കണം, ഇത്രയും ക്വാളിറ്റി ഉള്ളതായിരിക്കണം, അതിന്റെ പാക്കിംഗ് ഇങ്ങനെ ആയിരിക്കണം എന്നൊക്കെ പറഞ്ഞ് നമ്മൾ സ്പെസിഫിക്കലി ഓരോ കാര്യവും മെൻഷൻ ചെയ്തിട്ടുണ്ടെങ്കിൽ ഇറ്റ് ഇസ് എ ക്ലോസ്ഡ് ഇന്റന്റ്. കൺഫർമേറ്ററി ഇന്റന്റ് ആണെങ്കിൽ ഇമ്പോർട്ടന്റ് ഏജന്റ് ആയിരിക്കും അത് കംപ്ലീറ്റ് ഡീറ്റെയിൽസും പറയുന്നത്, അതിനെ കൺഫർമേറ്ററി ഓർഡർ എന്ന് പറയും. ഇനി നമുക്ക് എക്സ്പീരിയൻസ് ഇല്ല സാധനം ഇമ്പോർട്ട് ചെയ്ത്, നമുക്ക് കോൺഫിഡൻസ് ഇല്ല എന്നുണ്ടെങ്കിൽ we have got some people who acts as intermediary. ആ ഇന്റർമീഡിയറി നമ്മൾ പറയുന്ന പേരാണ് ഇൻഡന്റ് ഹൗസസ്, INDENT. അപ്പൊ ഇൻഡന്റ് ഹൗസസിനെ അപ്രോച്ച് ചെയ്താൽ മതി,
അവർ നമുക്ക് വേണ്ടിയായിട്ട് ട്രാൻസാക്ഷൻസിലെല്ലാം എൻഗേജ് ചെയ്ത് സാധനം വർദ്ധിച്ച് തരും. പകരമായിട്ട് അവർക്കും നമ്മളൊരു കമ്മീഷൻ കൊടുക്കേണ്ടതായിട്ട് വരും. നെക്സ്റ്റ് ഇസ് അറേഞ്ച് ഫോർ ലെറ്റർ ഓഫ് ക്രെഡിറ്റ്. LOC എന്നാണ് പറയുന്നത്, ലെറ്റർ ഓഫ് ക്രെഡിറ്റ്. ഇമ്പോർട്ടറിന്റെ ബാങ്ക് എക്സ്പോർട്ടറിന്റെ ബാങ്കിന് കൊടുക്കുന്ന ഗ്യാരണ്ടിയാണ് ഇൻ കേസ് ഇമ്പോർട്ടർ മേക്സ് എനി ഡിഫോൾട്ട് ഐ വിൽ മേക്ക് ദ പേയ്മെന്റ് എന്ന് പറയുന്നതിനെയാണ് ലെറ്റർ ഓഫ് ക്രെഡിറ്റ് എന്ന് പറയുന്നത്. റിവോക്കബിൾ ലെറ്റർ ഓഫ് ക്രെഡിറ്റ് ആണെങ്കിൽ എക്സ്പോർട്ടറിന്റെ പെർമിഷൻ ഇല്ലാതെ ബാങ്കിന് എപ്പോൾ വേണമെങ്കിലും അവരുടെ വാക്കിൽ നിന്ന് പുറകോട്ട് പോകാം, ക്യാൻസൽ ചെയ്യാം. സോ ഇറ്റ്സ് നോട്ട് സേഫ്. അൺകൺഫേംഡ് ഇറിവോക്കബിൾ ലെറ്റർ ഓഫ് ക്രെഡിറ്റ് ആണ് എന്നുണ്ടെങ്കിൽ എക്സ്പോർട്ടറിന്റെ കൺസെന്റ് ഇല്ലാതെ അവർക്ക് ഇത് ക്യാൻസൽ ചെയ്യാനോ ഓൾട്ടർ ചെയ്യാനോ പറ്റത്തില്ല എക്സ്പയറി ഡേറ്റിന് മുമ്പ്. ഇനി കൺഫേംഡ് ഇറിവോക്കബിൾ ലെറ്റർ ഓഫ് ക്രെഡിറ്റ് ആണെങ്കിൽ ബാങ്ക് തന്നെ അക്സെപ്റ്റ് ചെയ്തിട്ടുള്ളതാണ്. കം വാട്ട് മേ, ഇമ്പോർട്ടർ പേ ചെയ്തില്ലെങ്കിലും ബാങ്ക് എന്ത് സർക്കംസ്റ്റൻസസിൽ കൂടെ പോവുകയാണെങ്കിലും വി വിൽ മേക്ക് ദാറ്റ് പേയ്മെന്റ് എന്ന് പറഞ്ഞ് അവർ അഷ്യൂർ ചെയ്തിട്ടുണ്ടെങ്കിൽ ദർ ഇസ് കൺഫേംഡ് ഇറിവോക്കബിൾ ലെറ്റർ ഓഫ് ക്രെഡിറ്റ്. നെക്സ്റ്റ് എന്ന് പറഞ്ഞാൽ ഗെറ്റ് ഷിപ്പിംഗ് ഡോക്യുമെന്റ്സ്. കുറെ ഡോക്യുമെന്റ്സ് നമുക്ക് ആവശ്യമുണ്ട്. ഈ ഡോക്യുമെന്റ്സ് എല്ലാം നമ്മൾ എക്സ്പോർട്ടറിന്റെ കയ്യിൽ നിന്നാണ് വാങ്ങിച്ചെടുക്കേണ്ടത്. അപ്പൊ എക്സ്പോർട്ടർ എന്ത് ചെയ്യും, അവിടുത്തെ അറേഞ്ച്മെന്റ്സ് എല്ലാം ചെയ്ത് ഷിപ്പിൽ കയറ്റി സാധനം വിട്ട് കഴിയുമ്പോഴത്തേക്കും ഈ കൺസേൺഡ് ഡോക്യുമെന്റ്സ് എല്ലാം കൂടെ അയാളുടെ ബാങ്കിനെ ഏൽപ്പിക്കും. എക്സ്പോർട്ടറിന്റെ ബാങ്ക് അത് ഇമ്പോർട്ടറിന്റെ ബാങ്കിന് ഹാൻഡ് ഓവർ ചെയ്യും. ഇമ്പോർട്ടറിന്റെ ബാങ്ക് വിൽ ആക്ട് അക്കോർഡിംഗ് ടു ദ ഇൻസ്ട്രക്ഷൻ ഗിവൺ ബൈ ദ എക്സ്പോർട്ടർ. എക്സ്പോർട്ടർ പറയാണ് ഇത് DA ബില്ലാണ്, ഡോക്യുമെന്റ് എഗെയിൻസ്റ്റ് അക്സെപ്റ്റൻസ്. ഇതിന്റെ അകത്ത് വെച്ചിരിക്കുന്ന ബിൽ ഓഫ് എക്സ്ചേഞ്ച് ഇമ്പോർട്ടർ വന്ന് അക്സെപ്റ്റ് ചെയ്ത ശേഷം മാത്രമേ ഈ ഡോക്യുമെന്റ്സ് കൊടുക്കാവൂ എന്ന് പറഞ്ഞാൽ അപ്പോഴേ ഇമ്പോർട്ടറിന്റെ ബാങ്ക് കൊടുക്കും. ഡോക്യുമെന്റ് എഗെയിൻസ്റ്റ് പേയ്മെന്റ് ആണ്, DP ബിൽസ് ആണെന്നുണ്ടെങ്കിൽ എക്സ്പോർട്ടർ പറഞ്ഞിരിക്കുന്നത് മൊത്തം പേയ്മെന്റ് ഇമ്പോർട്ടർ തന്ന ശേഷം മാത്രമേ ഈ ഡോക്യുമെന്റ്സ് ആയിട്ട് ഹാൻഡ് ഓവർ ചെയ്യാവൂ. അപ്പൊ ഇമ്പോർട്ടറിന്റെ ബാങ്ക് അങ്ങനെ ചെയ്യത്തുള്ളൂ. അപ്പൊ അതാണ് ഗെറ്റ് ദ ഷിപ്പിംഗ് ഡോക്യുമെന്റ്സ് എന്ന് പറയുന്നത്. നെക്സ്റ്റ് ഇസ് ക്ലിയർ ദ ഗുഡ്സ്. ക്ലിയർ ദ ഗുഡ്സ് എന്ന് പറയുമ്പോഴത്തേക്കും നമ്മൾ അവിടെ ഡോക്കിൽ പോവുക, അവിടുത്തെ അതോറിറ്റീസിന് ലോഡിങ് അൺലോഡിങ്ങിനുള്ള പൈസ അടയ്ക്കുക, പിന്നെ നമ്മൾ എന്താണ് കസ്റ്റംസ് ഡ്യൂട്ടി എന്തെങ്കിലും ഉണ്ടെങ്കിൽ അത് പേ ചെയ്യുക, ബാക്കി റിലേറ്റഡ് ടാക്സസ് എല്ലാം അടയ്ക്കുക, ബിൽ ഓഫ് എൻട്രി ഒക്കെ പേ ചെയ്യുക. ഇനി ഏതെങ്കിലും ഒന്ന് കസ്റ്റംസ് ഡ്യൂട്ടി നമുക്ക് ഫുള്ളി പേ ചെയ്യാൻ പറ്റിയില്ല എന്നുണ്ടെങ്കിൽ ആ ഷിപ്പിന്റെ അടുത്ത് തന്നെ ഒരു ബോണ്ടഡ് വെയർ ഹൗസ് കാണും. തൽക്കാലത്തേക്ക് അവിടത്തേക്ക് സാധനം മാറ്റി വെക്കും. ബാക്കി പേയ്മെന്റ് ചെയ്ത് കഴിയുമ്പോൾ സാധനം അവിടെ നിന്ന് എടുത്തിട്ട് പോകാൻ നമുക്ക് പെർമിഷൻ കിട്ടും. ലാസ്റ്റ് വൺ ഇസ് മേക്ക് ദി പേയ്മെന്റ്. DA ബില്ലായോ DP ബില്ലാണോ എങ്ങനെയാണോ എക്സ്പോർട്ടർ സ്പെസിഫൈ ചെയ്തിരിക്കുന്നത് അതനുസരിച്ച് നമ്മൾ ഇമ്മീഡിയറ്റ് പേയ്മെന്റ് അല്ലെങ്കിൽ ഫ്യൂച്ചർ ഡേറ്റിൽ പേയ്മെന്റ് ചെയ്ത് സെറ്റിൽ ചെയ്ത് ആ ട്രാൻസാക്ഷൻ ക്ലോസ് ചെയ്യുന്നതായിരിക്കും. അപ്പൊ ഇത്രയാണ് ഇമ്പോർട്ട് ട്രേഡ് പ്രൊസീജിയർ എന്ന് പറയുന്നത്. വിത്ത് ദാറ്റ് വി ഹാവ് കംപ്ലീറ്റഡ് ദ തേർഡ് ബുക്ക് ഓഫ് AC01. ഇനി നമുക്കുള്ളത് നെക്സ്റ്റ് ബുക്കാണ്. അത് അടുത്ത വീഡിയോയിൽ നമുക്ക് ഡിസ്കസ് ചെയ്യാം. ഓക്കെ, താങ്ക് യു.